നമ്മൾ യോനയെപ്പറ്റി പഠിക്കുമ്പോൾ യോന ദൈവത്തിൻ്റെ സ്ഥലത്ത് നിന്ന് ഓടിപ്പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അത് 1-ാം അധ്യായം, 4 അധ്യായങ്ങളേ ഉള്ളൂ. അത് 1-ാം അധ്യായം മുതൽ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം യോന ദൈവസ്ഥലത്ത് ഓടിപ്പോയി. യോനയോട് പറയാൻ നിനവയ്ക്ക് പോകാനാണ് പറയും. പക്ഷേ യോന ചെന്ന് തർശീസിലേക്ക് ഒരു കപ്പലിൽ കയറുന്നു. അവിടെ വെച്ച് ഭയങ്കര കാറ്റും കോളും ഉണ്ടാകുന്നു. കപ്പൽ തകരുന്നു, നറക്കെടുക്കുന്നു. യോനയെ എടുത്ത് വെള്ളത്തിലെടുത്ത് അവിടെ ഒരു വലിയ തിമിംഗലം മത്സ്യം അവനെ വിഴുങ്ങുന്നു. അവനെ കൊണ്ട് നിനവിലേക്ക് ഛർദ്ദിക്കുന്നു. ഈ ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. നോക്കിയാൽ ദൈവസന്നിധിയിൽ ഒരു വ്യക്തി ഓടിപ്പോകാൻ ശ്രമിച്ചു. പക്ഷേ ദൈവം അവനെ എവിടെയാണോ ആക്കേണ്ടത് അവിടെയാക്കി. അതിനിടയ്ക്ക് കുറച്ച് സ്ട്രഗിൾ അവൻ അനുഭവിക്കുന്നു. കാരണം ആ ദൈവ ശബ്ദത്തിന് വില കൊടുക്കാത്തത് കൊണ്ട് സ്വല്പം സ്ട്രഗിൾ അവൻ അനുഭവിക്കേണ്ടി വന്നു. നിങ്ങൾ നോക്കിക്കേ, അവിടെയുള്ള 1.5-2 ലക്ഷം പേരെ ദൈവസന്നിധി കടുപ്പിക്കേണ്ട വ്യക്തിയെ പിശാച് ഒരാളെ ബ്ലോക്ക് ചെയ്യുക. നിങ്ങളെ പിശാച് ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ മുഖാന്തരം അനേകർ വിടുവിക്കപ്പെട്ടുണ്ട്. അനേകർ 1 ലക്ഷം പേരെ 1.5 ലക്ഷം പേരെ ബ്ലോക്ക് ചെയ്യുന്നതല്ല പിശാചിൻ്റെ പദ്ധതി. വാഗ്ദത്തമുള്ള ഒരാളെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പം നിൻ്റെ മേൽ എന്തെങ്കിലും കർത്താവ് നിന്നോട് എന്തെങ്കിലും വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദൈവശബ്ദത്തിന് വിരോധമായി കുഞ്ഞെ നീ ചലിക്കരുത്. അത് നിനക്ക് ദോഷം ചെയ്യും. പക്ഷെ ദൈവശബ്ദം കേട്ട് അനുസരിക്കുന്നെങ്കിൽ അസാധാരണ ബ്രേക്ക് ത്രൂ, അസാധാരണമായ ഫലം കായ്ക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കും. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.